ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുചരണാമൃതം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത് ഷിർദി സായിബാബയെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ അധികം പ്രചാരമില്ലാത്തതാണ് ബാബയെ കുറിച്ചുള്ള അറിവ്. ഈയിടെയായി പലരും ബാബയെ അറിഞ്ഞു വരികയും ബാബയുടെ വിശ്വാസികളായി മാറുകയും ഉണ്ടായി. പ്രധാനമായും നമ്മുടെ ഗുരുക്കന്മാർ നൽകുന്ന അറിവിലും സന്ദേശത്തിലുമാണ് നമുക്ക് ബാബയെ പറ്റിയും മറ്റ് സിദ്ധന്മാരെ പറ്റിയും അറിയുവാൻ കഴിയുന്നത്. നമ്മുടെ ഗുരുവായ മോഹൻജി തന്ന അറിവിലൂടെയാണ് എനിക്ക് കൂടുതലായും ബാബയെക്കുറിച്ച് അറിയുവാൻ കഴിഞ്ഞത്. ഗുരുജിയുടെ എല്ലാ ആശ്രമങ്ങളിലും സായിബാബയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഗുരുജിയുടെ തറവാട് ക്ഷേത്രമായ കുണ്ടൂർക്കുന്ന് ധർമ്മശാസ്ത്ര അമ്പലത്തിലും ഷിർദി ബാബയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒരു ഗുരുവിന്റെ ആവശ്യകതയെ പറ്റി ശ്രീ ഷിർദി സായിബാബ പറയുന്ന വാക്കുകളാണ് ഞാനിവിടെ പറയുന്നത്. ഇത് ശ്രീ സായി സച്ചരിതത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ സായിബാബയുടെ സ്വന്തം അനുഭവ കഥയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആത്മീയ ഉന്നതിയിൽ എത്തണമെങ്കിൽ കേവലം വിജ്ഞാനമോ വേദത്തിലും വേദാന്തത്തിലുമുള്ള അറിവോ ഉണ്ടായിട്ട് കാര്യമില്ല. ഈ പാതയിലൂടെ നടന്നു നീങ്ങണമെങ്കിൽ നമുക്കൊരു ഗുരു ആവശ്യമാണ്. ഗുരു നമ്മെ സുരക്ഷിതമായി കുഴികളിൽ വീഴാതെയും വന്യമൃഗങ്ങളുടെ ഇടയിൽ പെടാതെയും ശരിയായ ദിശയിലേക്ക് നമ്മെ നയിക്കുന്നു. കഥ ഇങ്ങനെ: ഒരിക്കൽ ഞങ്ങൾ 4 പേർ മതഗ്രന്ഥങ്ങളും മറ്റു പുസ്തകങ്ങളും പഠിക്കുകയായിരുന്നു. അങ്ങനെ ജ്ഞാനോദയം ലഭിച്ച ഞങ്ങൾ ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ തുടങ്ങി. ഒരുവൻ പറഞ്ഞു, നാം നമ്മുടെ പ്രയത്നത്താൽ നമ്മളെ ഉയർത്തണം. രണ്ടാമത്തെ ആൾ പറഞ്ഞു, യാതൊരുവൻ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനാണെങ്കിൽ അവൻ അനുഗ്രഹീതനാണ്. നമ്മൾ ആലോചനകളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും സ്വതന്ത്രരാവണം. നമ്മളില്ലാതെ ഈ ലോകത്ത് ഒന്നുമില്ല. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതിനാൽ നമ്മൾ വാസ്തവങ്ങളെയും അല്ലാത്തതിനെയും തിരിച്ചറിയണം. നാലാമത്തവൻ പറഞ്ഞു, വായനയിലൂടെയുള്ള അറിവ് മാത്രം ഉപയോഗപ്രദമല്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ശരീരം, മനസ്സ്, പഞ്ചേന്ദ്രിയങ്ങൾ ഇവയെ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം. ഗുരു സർവവ്യാപിയായ ദൈവമാണ്. ഈ ദൃഢവിശ്വാസം കിട്ടണമെങ്കിൽ ശക്തമായ അതിരറ്റ വിശ്വാസം ആവശ്യമാണ്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാണ്ഡിത്യമുള്ളവരായ ഞങ്ങൾ 4 പേരും ദൈവത്തെ തേടി കാടുകളിൽ ചുറ്റി നടന്നു. 3 പേർ തുണയില്ലാതെ ചുറ്റിത്തിരിയുവാൻ ആഗ്രഹിച്ചു. വഴിയിൽ ഒരു വാണിജ്യൻ ഞങ്ങളെ കണ്ടു ചോദിച്ചു, ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്, ദൂരം കൂടുതലുള്ളിടത്തേക്കാണോ നിങ്ങൾ പോകുന്നത്? കാട്ടിലേക്ക് എന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു. അവൻ വീണ്ടും ചോദിച്ചു, എന്തന്വേഷിച്ചാണ് നിങ്ങൾ പോകുന്നത്? ഞങ്ങൾ അതിന് ഒഴിഞ്ഞു മാറുകയും ശുദ്ധമല്ലാത്ത മറുപടി നൽകുകയും ചെയ്തു. ഞങ്ങൾ ലക്ഷ്യമില്ലാതെ ചുറ്റിത്തിരിയുന്നത് കണ്ട് അവൻ അനുകമ്പയോടെ പറഞ്ഞു, കാട് മുഴുവനും അറിയാതെ നിങ്ങൾ അങ്ങനെ ചുറ്റിത്തിരിയുന്നത് ശരിയല്ല. നിങ്ങൾക്ക് കാട്ടിൽ പലകൂടി നടക്കണമെങ്കിൽ നിങ്ങൾ ഒരു മാർഗോപദേശിയായി കൂടെ കൊണ്ടുപോകണം. ഈ ഉച്ചവെയിലിൽ നിങ്ങൾ എന്തിനാണ് അനാവശ്യമായി കഷ്ടപ്പെടുന്നത്? നിങ്ങൾ നിങ്ങളുടെ അന്വേഷണത്തെ കുറിച്ച് എന്നോട് പറയണമെന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള റൊട്ടിയും വെള്ളവും കഴിച്ച് കുറച്ച് വിശ്രമിച്ചതിന് ശേഷം പോകാം. എപ്പോഴും മനഃശക്തിയോടെ ഇരിക്കുക. അവൻ വളരെ സൗമ്യമായി സംസാരിച്ചുവെങ്കിലും ഞങ്ങൾ അവന്റെ അപേക്ഷയെ സ്വീകരിക്കാതെ ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന ഭാവത്തോടും ആരുടെ സഹായം ആവശ്യമില്ലെന്നും കരുതി മുന്നോട്ട് നടന്നു.
കാട് വളരെ വലിയതും വഴിയില്ലാത്തതുമായിരുന്നു. അവിടെയുള്ള മരങ്ങൾ തിങ്ങി വളർന്നിരുന്നതിനാൽ സൂര്യവെളിച്ചത്തിന് അകത്ത് കടക്കുവാനും കൂടി കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഞങ്ങൾ വഴിതെറ്റി അങ്ങുമിങ്ങും വളരെ നേരത്തേക്ക് അലഞ്ഞു നടന്നു. ഒടുവിൽ നടന്ന് പുറപ്പെട്ട് സ്ഥലത്ത് തന്നെ എത്തി. വ്യാപാരി ഞങ്ങളെ വീണ്ടും കണ്ടു. നിങ്ങളുടെ സാമർത്ഥ്യത്തെ വിശ്വസിച്ച് നിങ്ങൾ വീണ്ടും വഴിതെറ്റി. ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും ശരി, എപ്പോഴും ഒരു വഴികാട്ടി ആവശ്യമാണ്. മാത്രമല്ല, ഒരു അന്വേഷണവും വിശപ്പോടുകൂടി വിജയിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ ഇച്ഛയില്ലാതെ ആരും കണ്ടുമുട്ടില്ല. ഒരിക്കലും ഒരാളും നമുക്ക് ഭക്ഷണം തരുമ്പോൾ അതൊരിക്കലും നിരാകരിക്കാതെ അതൊരു വിജയത്തിന്റെ സൂചനയായി കരുതണം. അങ്ങനെ പറഞ്ഞ് അയാൾ വീണ്ടും ഞങ്ങളോട് ഭക്ഷണം സ്വീകരിക്കുവാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ കൂടെയുള്ളവർക്ക് ആവശ്യമില്ലാത്ത ആതിഥ്യ മര്യാദ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ ഭക്ഷണം നിരസിച്ചു. ഭക്ഷണം സ്വീകരിക്കാതെയും യാതൊരു അന്വേഷണം കൂടാതെയും മുന്നോട്ടു നീങ്ങി. അവർ വളരെ ഷാഠ്യമുള്ളവരായിരുന്നു. ആ വാണിജ്യന്റെ സ്നേഹം അസാധാരണമായിരുന്നു. ഞങ്ങൾ വളരെ അറിവുള്ളവരാണെന്ന് വിചാരിച്ചുവെങ്കിലും ദയയ്ക്ക് അപരിചിതരായിരുന്നു. ആ കച്ചവടക്കാരൻ അറിവില്ലാത്തവനും പഠിപ്പില്ലാത്തവനും താഴ്ന്ന ജാതിയിൽപ്പെട്ടവനുമായിരുന്നു. എന്നാൽ മനസ്സിൽ നന്മയുള്ളവനായതുകൊണ്ട് ഞങ്ങളെ റൊട്ടി കഴിക്കുവാൻ വിളിച്ചു. ഇപ്രകാരം യാതൊരുവൻ ആരാണെന്ന് നോക്കാതെ മറ്റുള്ളവരെ സമമായി സ്നേഹിക്കുന്നുവോ അവൻ ജ്ഞാനിയാണെന്നും അവന്റെ മര്യാദയെ ആദരിക്കുന്നതാണ് അറിവിന്റെ ആരംഭമെന്നും ഞാൻ കരുതി. അതുകൊണ്ട് ഞാൻ ആ ക്ഷണം സ്വീകരിച്ചു, റൊട്ടി സ്വീകരിച്ചു. പിന്നെ ഗുരു ഞങ്ങളുടെ മുമ്പിൽ വന്നു നിന്നു. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. എൻ്റെ കൂടെ വരാൻ ഇഷ്ടമാണോ? പക്ഷേ ഞാൻ പറയുന്നത് ആര് വിശ്വസിക്കുന്നുവോ അവർ മാത്രമേ വിജയികളാകൂ. മറ്റുള്ളവർ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. ഞാൻ മര്യാദകളോടുകൂടി അദ്ദേഹത്തിന്റെ ആജ്ഞകളെ സ്വീകരിച്ചു. അദ്ദേഹം എന്നെ ഒരു കിണറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്റെ കാലുകൾ ഒരു കയറുകൊണ്ട് കെട്ടി അരികിലുള്ള ഒരു മരത്തിൽ തല കീഴായി കെട്ടിത്തൂക്കി. അത് കിണറ്റിലെ വെള്ളത്തിൽ നിന്നും 3 അടി ഉയരത്തിലായിരുന്നു. അതുകൊണ്ട് എന്റെ കൈകളിലും വായയിലും വെള്ളം തൊട്ടിരുന്നില്ല. ഇങ്ങനെ തൂക്കിയിട്ട് അദ്ദേഹം അവിടെ നിന്നും പോയി. എവിടേക്ക് പോയി എന്ന് ആർക്കും അറിയില്ല. ഒരു നാഴികയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. എന്നെ വേഗത്തിലെടുത്തു. എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഏറ്റവും പരമസുഖത്തിലായിരുന്നു ഞാൻ. എങ്ങനെ എന്നെപ്പോലൊരു വിഡ്ഢിക്ക് ആ സന്തോഷത്തെ പറയുവാൻ സാധിക്കും? ഇത് കേട്ടു ഗുരു എന്നെ കരുണയോടെ ലാളിത്യത്തോടെ അരികിലിരുത്തി എന്റെ തല കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പാഠശാലയിൽ എന്നെ ചേർത്തു. അവിടെ ഞാൻ എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ബന്ധങ്ങളെല്ലാം മറന്നു. ഞാൻ സ്വതന്ത്രനായി. അദ്ദേഹത്തെ എപ്പോഴും നോക്കി നിന്ന് തഴുകണമെന്ന് ഞാൻ ആശിച്ചു. അദ്ദേഹത്തിന്റെ രൂപം എൻ്റെ കാഴ്ചയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനൊരു കുരുടനാകുവാൻ ആഗ്രഹിച്ചു. അങ്ങനെയുള്ളതായിരുന്നു ആ പാഠശാല. അതിൽ ചെന്നിട്ടുള്ള ആരും വെറും കൈയോടെ പോന്നിട്ടില്ല. എൻ്റെ ഗുരു എനിക്ക് എല്ലാമായി തീർന്നു. ഗുരുവായിരുന്നു എൻ്റെ ഭക്തിയുടെ വസ്തുത. മറ്റാരെയും എനിക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സും ബുദ്ധിയും നിശബ്ദമായി. ആ നിശബ്ദതയിൽ ഞാൻ അദ്ദേഹത്തെ സ്മരിച്ചിരുന്നു. വേറെ ചില വിദ്യാലയങ്ങളിൽ നിങ്ങൾ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ശിഷ്യന്മാർ അറിവിനായി പണവും സമയവും ചെലവാക്കി വരുന്നു. എന്നിട്ടും അവർക്ക് അധികമായി ഒന്നും ലഭിക്കുന്നില്ല. അവിടുത്തെ ഗുരു തന്നെത്താൻ പുകഴ്ത്തുകയും അദ്ദേഹം തന്റെ പുണ്യതയെയും പവിത്രതയെയും കുറിച്ച് ധാരാളം സംസാരിക്കുകയും തന്നെക്കുറിച്ച് പാടുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വാർത്തകൾ ഭക്തന്മാരെ തൊടുന്നില്ല. ആത്മബോധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ലഭിച്ചിട്ടുമില്ല. എങ്ങനെ അത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ ഉപയോഗപ്രദമായി തിരിക്കും? മേൽപ്പറഞ്ഞ ഗുരു വ്യത്യസ്തനായ ഒരു ഗുരുവായിരുന്നു. അദ്ദേഹത്തിന്റെ കരുണയാൽ ബോധം അതിപ്രയത്നം കൂടാതെയും പഠിക്കാതെയും എന്നിൽ ഉണർവായി. എനിക്ക് ഒന്നും ചോദിക്കാനില്ല,
എല്ലാം സൂര്യവെളിച്ചം പോലെ എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. ആ ഗുരുവിന് മാത്രമേ അറിയുകയുള്ളൂ എങ്ങനെ തല കീഴായി തൂങ്ങിക്കിടക്കൽ ഇത്രയും സന്തോഷത്തെ തരുമെന്ന്. ഇതിൽ ബാബ തൻ്റെ സ്വന്തം ജീവിത കഥയിലൂടെ നമുക്ക് ഗുരുവിൻ്റെ മഹാത്മ്യം കാണിച്ചു തരുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. ജയ് മോഹൻജി.